സത്യമായി പറഞ്ഞാൽ കേരളവും വളരുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഭേദമാണ് എന്ന് മാത്രമല്ല, നികുതി വരുമാന വളർച്ചയിൽ ഇപ്പോൾ മുൻനിരയിലുമാണ്. ഇക്കഴിഞ്ഞ നവംബർ 30 വരെയുള്ള സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിന്റെ അസൽ കണക്ക് സത്യം പറയട്ടെ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുകയാണ്. കേരളത്തിൽ നികുതി പിരിവിൽ വളർച്ചയുണ്ടാകുന്നില്ലെന്നും സർക്കാർ കൊടിയ പരാജയമാണെന്നും പ്രതിപക്ഷം പറയാറുണ്ട്. കേന്ദ്ര ധനമന്ത്രിയും BJP നേതാക്കളും അതുതന്നെയാണ് പറയാറുള്ളത്. നോക്കാം ആര് പറയുന്നതാണ് വസ്തുതയെന്ന്. നവംബർ 30 വരെയുള്ള ഈ വർഷത്തെ റവന്യൂ വരുമാനം 79,470 കോടി 57 ലക്ഷം രൂപ. അതിൽ നികുതി വരുമാനം 65,590 കോടി രൂപ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നികുതി വരുമാനം 58,639 കോടി രൂപ മാത്രം. വർധന 11.85%. 2022 നവംബർ വരെ 55,751 കോടി കിട്ടിയത് 2023 58,638 കോടിയായി ഉയരുന്ന സാധാരണ വർധന മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. കോവിഡ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയ 2021 നവംബർ വരെ 41,349 കോടി രൂപ മാത്രമായിരുന്നു ലഭിച്ചത്. കോവിഡിന് മുൻപുള്ള 2019 ഇതേ കാലത്ത് കിട്ടിയത് 42,945 കോടി രൂപ മാത്രവും. സംസ്ഥാനത്ത് ഏറ്റവും മോശം ഓണക്കാലമാണ് കടന്നുപോയത്. ജൂലൈ അവസാന ദിവസമുണ്ടായ വയനാട് ദുരന്തം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിപണിയെ ഉലച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന മാസങ്ങളായിരുന്നു ഓഗസ്റ്റും സെപ്റ്റംബറും. ഇത്തവണ ഈ 2 മാസങ്ങളിലും വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. അവിടെ നിന്ന് അല്പം കരകയറിയത് കഴിഞ്ഞ നവംബറിലാണ്. നികുതി വരുമാനം 10,000 കോടിയിലേറെ വർദ്ധിച്ചു. 1,08,765 കോടി രൂപ നികുതി വരുമാനം പ്രതീക്ഷിച്ച് തയ്യാറാക്കിയതാണ് സംസ്ഥാന ബജറ്റ്. അതിൽ 65,590 കോടി രൂപയും നവംബർ വരെ എത്തിക്കഴിഞ്ഞു. ബജറ്റിൽ ലക്ഷ്യമിട്ടതിന്റെ 60% നികുതി പിരിവ് ആദ്യത്തെ 8 മാസത്തിൽ നടക്കുന്നത് ആദ്യമാണ്. നികുതി വരുമാനം ലക്ഷ്യമിട്ടതിന്റെ 60.3% ലക്ഷ്യം നേടിയപ്പോൾ GST വരുമാനത്തിൽ 62.86% ലക്ഷ്യം കണ്ടു. ഭൂമി കച്ചവടത്തിലെ മാന്ദ്യവും മാറുന്നതിന്റെ സൂചന സ്റ്റാമ്പ് വിൽപ്പനയിലുണ്ട്. 6,661 കോടി ലക്ഷ്യമിട്ടതിൽ 3,859 കോടിയും ലഭിച്ചു കഴിഞ്ഞു. ഭൂനികുതി 841 കോടി ലക്ഷ്യമിട്ടതിൽ 458 കോടിയും ലഭിച്ചു. ഇന്ധന വിൽപ്പനയിലും അയൽ സംസ്ഥാനങ്ങളെക്കാൾ ഭേദമാണ് കേരളം. 30,267 കോടി ലക്ഷ്യമിട്ടതിൽ 17,760 കോടിയും ലഭിച്ചു. ഇത്രയും പറഞ്ഞത് പ്രതീക്ഷാ നിർഭരമായ കാര്യമായിരുന്നെങ്കിൽ നിരാശപ്പെടുത്തുന്ന കണക്കുമുണ്ട്. കേന്ദ്ര ഗ്രാന്റായി സംസ്ഥാനം പ്രതീക്ഷിച്ചത് 11,022 കോടി രൂപയാണ്. ഇതുവരെ കിട്ടിയത് 4,560 കോടി രൂപ മാത്രവും. ലക്ഷ്യമിട്ടതിന്റെ 41% മാത്രമാണ് കേന്ദ്രം കനിഞ്ഞത്. കടം വാങ്ങുന്നതിലെ കേന്ദ്ര നിയന്ത്രണം മൂലം ആ വഴിക്കുള്ള വരവിലും വർധനയില്ല. ഈ വർഷം ഇതുവരെ എടുത്ത വായ്പ 28,976 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം വരെ എടുത്തതിനേക്കാൾ 171 കോടി മാത്രം കൂടുതൽ. റവന്യൂ ചെലവ് നിയന്ത്രിച്ചു നിർത്താൻ നടത്തുന്ന തത്രപ്പാട് കണക്കുകളിലും പ്രതിഫലിക്കുന്നുണ്ട്. റവന്യൂ വരുമാനത്തിൽ ഭേദപ്പെട്ട വർധന ഉണ്ടായിട്ടും ചെലവിൽ 10% താഴെ മാത്രമാണ് വർധന. കഴിഞ്ഞ വർഷം ഇതേ സമയം വരെ 31,443 കോടി ചെലവഴിച്ചെങ്കിൽ ഈ വർഷം ഇതുവരെ 33,607 കോടി മാത്രം. പലിശ ഇനത്തിൽ ഈ വർഷം ഇതുവരെ 16,286 കോടി രൂപ മാത്രമാണ് നൽകിയത്. കഴിഞ്ഞ വർഷം 15,114 കോടി രൂപയായിരുന്നു ഇതുവരെ പലിശയായി നൽകിയത്. വായ്പ കൂടുതൽ കിട്ടുന്നില്ല എന്ന സത്യവുമായി ചേർന്നു നിൽക്കുന്നുണ്ട് ഈ കണക്ക്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ ഇല്ല എന്നും കണക്കുകൾ പറഞ്ഞു തരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതുവരെ 26,926 കോടി രൂപയാണ് ശമ്പളമായി നൽകിയതെങ്കിൽ ഈ വർഷം ഇതുവരെ 27,656 കോടി രൂപ മാത്രമാണ്. മൂലധന ചെലവ് എന്നൊരു സംഭവമുണ്ട്. ഏതൊരു സാമ്പത്തിക ക്രമത്തിലും വളർച്ച ഉണ്ടോ എന്നറിയുന്നത് അത് വിലയിരുത്തുമ്പോഴാണ്. ഈ വർഷം നവംബർ വരെയുള്ള മൂലധന ചെലവ് 8,293 കോടി 63 ലക്ഷം രൂപ മാത്രമാണ്. കഴിഞ്ഞ വർഷം ആദ്യ 8 മാസം 8,324 കോടി 97 ലക്ഷം രൂപയുണ്ടായിരുന്നു. ആസ്തി വികസനത്തിന് ഉപയോഗിക്കുന്ന പണമാണ് മൂലധന ചെലവായി വരുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടോ, ശമ്പളവും പെൻഷനും നൽകുന്നുണ്ടോ എന്നതിൽ കാര്യമില്ല. ഭാവിയിലേക്ക് സംസ്ഥാനം നടത്തുന്ന നിക്ഷേപമാണ് മൂലധന ചെലവ്. അത് കുറഞ്ഞു വരുന്നു എന്നത് ആശങ്കാജനകമാണ്. സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്നതല്ല എങ്കിലും സാമ്പത്തിക വിദഗ്ധരെ സംബന്ധിച്ച് ഒരു ആശാകിരണം കൂടിയുണ്ട്. കേന്ദ്രം കനിയാത്തതുകൊണ്ടാണെങ്കിലും ധനക്കമ്മിയിൽ 1000 കോടി രൂപയുടെ കുറവുണ്ട്.
കഴിഞ്ഞ വർഷം നവംബർ വരെ 13,690 കോടി രൂപയായിരുന്നു കമ്മിയെങ്കിൽ ഈ വർഷം 12,689 കോടി രൂപ മാത്രമാണ്. ബജറ്റിൽ ഈ വർഷത്തെ കമ്മി 16,362 കോടിയായി പിടിച്ചു നിർത്തും എന്നായിരുന്നു വാഗ്ദാനം. അത് ലക്ഷ്യമായി എടുത്താൽ ഇനിയും 4,000 കോടി രൂപ ചെലവ് ചെയ്യാനുള്ള ധനസ്വാതന്ത്ര്യം മന്ത്രി KN ബാലഗോപാലിനുണ്ട്. കൂടുതൽ വായ്പ എടുക്കാനുള്ള അനുമതിക്ക് നിലവിൽ ഒരു സാധ്യതയും കാണുന്നില്ല. സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് വിശാല ബെഞ്ചിനായി വിട്ട ശേഷം അനക്കവുമില്ല. അപ്പോൾ ഈ കണക്കിൽ നിന്നും എന്ത് മനസ്സിലാക്കണം? നമ്മൾ നയിച്ചുണ്ടാക്കിയാൽ നമുക്കുണ്ണാമെന്ന പഴയ ചൊല്ലു തന്നെ. ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കുമ്പോൾ കിഫ്ബി വഴി ചെലവഴിച്ചിരുന്ന തുക ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ മുതൽ സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കാൻ വരെ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ വരെ കിടത്തി ചികിത്സാ സൗകര്യം ഒരുക്കിയ കാലം. അതൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും KN ബാലഗോപാലിന് വന്നിട്ടില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സംസ്ഥാനത്തെ കണക്കപ്പിള്ളമാർ കാണിച്ച ഒരു പിശക് കൂടി പറയാതെ വയ്യ. മൊത്തം റവന്യൂ വരുമാനത്തെ നികുതി വരുമാനമായി കാണിച്ച് CAGക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലെ ഇന്റേണൽ ഓഡിറ്റർമാർ. മൊത്തം റവന്യൂ വരുമാനമായ 79,470 കോടി രൂപ നികുതി വരുമാനമെന്ന് എടുത്തെഴുതിയതിൽ അവസാനിക്കുന്നില്ല ആ പിശക്. ഇതാ നോക്കൂ, ഒക്ടോബർ വരെയുള്ള റവന്യൂ വരുമാനമായ 55,082 കോടി രൂപ, അതും നികുതി വരുമാനമെന്ന് എഴുതി ചേർത്ത 79,470 കോടി രൂപയും തമ്മിലുള്ള വ്യത്യാസം 24,387 കോടി രൂപ. ഇത്രയും നികുതി വരുമാനം നവംബറിലുണ്ടെന്ന കണക്കാണ് ഈ മാസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡൽഹിയിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസിലേക്ക് പോയിരിക്കുന്നത്. 24,387 കോടി രൂപ മാസം നികുതി വരുമാനമുള്ള കേരളത്തിന് ഇനി എന്തിന് കാശ് കൊടുക്കണമെന്ന് കേന്ദ്രം ചിന്തിക്കാൻ വേറെ സാഹചര്യം വേണ്ട. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് കേരളം നൽകുന്ന കണക്കിൽ എങ്ങനെയാണ് ഇത്ര വലിയ അബദ്ധം കടന്നുകൂടുന്നത്? സംസ്ഥാനത്തിന്റെ ശരിക്കുള്ള നികുതി വരുമാനത്തിന്റെ കണക്ക് ന്യൂസ് മലയാളം ശേഖരിച്ചു. അത് 10,507 കോടി 53 ലക്ഷം രൂപയാണ്. 10,507 കോടി 53 ലക്ഷം മാത്രം നികുതി വരുമാനമുള്ള സംസ്ഥാനം. അവിടെ 24,387 കോടി 86 ലക്ഷം എന്ന അണാപൈ വിടാതെ കണക്കെഴുതി കൊടുത്താൽ ഏതു CAGയും ആദ്യം ഒന്ന് ഞെട്ടും. പിന്നെ കള്ളക്കണക്കെഴുതിയെന്ന് പരിഹസിക്കാൻ തുടങ്ങും. കേരളത്തിന് നേരെ ഉയർത്തുന്ന പരിഹാസങ്ങൾക്ക് ഇനിയും ഒരു കുറവുമുണ്ടാകില്ല എന്നർത്ഥം. കേരളത്തിൽ ഇനി റോഡുകളും പാലങ്ങളും നല്ല സ്കൂളുകളും മികച്ച ആശുപത്രികളും വരണമെങ്കിൽ ഒന്നെങ്കിൽ വായ്പ എടുക്കാൻ അനുവാദം കിട്ടണം, അല്ലെങ്കിൽ കേന്ദ്രം ഗ്രാന്റ് നൽകണം. ഇത് രണ്ടുമില്ലെങ്കിലും ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയും. സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാനും പറ്റിയേക്കും. അതിനപ്പുറം ഈ നിലയിൽ പോയാൽ ഒരു സർക്കാരിൽ നിന്ന് ആഗ്രഹിക്കുന്നതൊന്നും ജനതയ്ക്ക് ലഭിച്ചേക്കില്ല, ആര് ഭരിച്ചാലും.